സാറേ, ഈ ഏറ്റവും ഒടുവിലത്തെ ഇസ്രായേൽ ലെബനോൺ ഇഷ്യൂവിലെ ഒരു ചോദ്യം, ഒരു വാക്ക്, പരിചയമുള്ള വാക്കാണെങ്കിലും പൊടുന്നനെ മാധ്യമങ്ങളുടെ തലക്കെട്ട് പിടിച്ചെടുത്തൊരു വാക്കാണ് ഈ കരയുദ്ധം. ഇസ്രായേൽ പലതരത്തിലുള്ള യുദ്ധമുറകളാണ് പുതിയ ലോകത്ത് പരീക്ഷിച്ചത്. പലതരത്തിൽ ഈ സൈബർ യുദ്ധം, ഈ പേജർ, പലതരത്തിൽ എന്ത് പേരിട്ട് വിളിച്ചാലും ഇന്ന് വരെ ലോകത്തിന് പരിചയമില്ലാത്ത പുതിയ പുതിയ യുദ്ധമുറകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വളരെ പൊടുന്നനെ അതിശക്തമായ ഒരു കരയുദ്ധം ലെബനോണിലേക്ക് നയിച്ചിട്ട് ഹിസ്ബുള്ളയെ സമ്പൂർണ്ണമായി നിലംപരിശാക്കുന്ന ഒരു നയം എന്തുകൊണ്ടായിരിക്കും ഇത്ര പെട്ടെന്ന്? ഒരു ഭാഗത്ത് ഫലസ്തീനകത്തെ സകല ശത്രുവിനെയും വകവരുത്തുന്ന മട്ടിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനകത്ത്, ഗാസയിലും ഈ വെസ്റ്റ് ബാങ്കിലും നടത്തിയിട്ട് ഇസ്രായേൽ മുന്നേറുമ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ അയൽരാജ്യമായ ലെബനോണിൻ്റെ നേരെ ഒരു കരയുദ്ധം നടത്തുകയാണ്. ഇങ്ങനൊരു കരയുദ്ധത്തിൻ്റെ ഒരു അനിവാര്യത അല്ലെങ്കിൽ അടിയന്തര സ്വഭാവം എന്തായിരിക്കും എന്നാണ് സാർ കരുതുന്നത്? ഇസ്രായേൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തെക്കൻ ലെബനനിലെ തീര നഗരമായിട്ടുള്ള സിഡോൺ, ഈ സിഡോണിൽ എയിൻ അൽ ഹിൽവേ എന്ന ദുരിതാശ്വാസ ക്യാമ്പ്, ആ ഭാഗങ്ങളൊക്കെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബർ 7 ശേഷം 60,000 ഇസ്രയേലി പൗരന്മാർ വടക്കൻ ഇസ്രയേലിൽ നിന്ന് പലായനം ചെയ്ത് ഇസ്രയേലിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതായത് തെക്കൻ ലെബനനിൽ നിന്നുള്ള ഹിസ്ബുല്ല ആക്രമണം, അതിർത്തികളിൽ നിന്നുള്ള ആക്രമണത്തിലാണ്. അതിർത്തി പ്രദേശത്ത്, ഇസ്രയേലിൻ്റെ വടക്കൻ അതിർത്തി മേഖലകളിൽ താമസിച്ചിരുന്ന 60,000 പേര് ഇസ്രായേലി പൗരന്മാർ ഒഴിഞ്ഞുപോയി. അവരെ തിരിച്ചു കൊണ്ടുവരണം ഈ വടക്കൻ ഇസ്രായേൽ ഭാഗങ്ങളിലേക്ക്. അതിന് ഈ തെക്കൻ അതിർത്തി പ്രദേശത്തിൽ നിന്ന് ഹിസ്ബുല്ലയെ ഉന്മൂലനം ചെയ്യണം. എന്നാലേ അവിടെ ഇസ്രായേലികൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളൂ. അപ്പോൾ അതിനുള്ള പരിമിത കരയുദ്ധം ആണ് ഇതെന്നാണ് ഇസ്രായേൽ വിശദീകരിച്ചിട്ടുള്ളത്. അത് പരിമിതമാവുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് 1 മാസത്തെ ഒരു യുദ്ധം പണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പരിമിത യുദ്ധം എന്ന് പറഞ്ഞാൽ നേരത്തെ 6 days വാർ എന്ന് പറഞ്ഞിരുന്നത് നടന്നിട്ടുണ്ട്. 6 days എന്നൊക്കെ പറഞ്ഞാൽ പരിമിതമാണെന്നൊക്കെ നമുക്ക് പറയാം. ഇതിപ്പോൾ ഒരു ദിവസമായി, ഇന്ന് രാവിലെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ നേതാക്കന്മാരെ തീർത്തു. ഇനി അല്ലാത്ത ഈ അനുയായി വൃന്ദത്തിനെ തെക്കൻ ലെബനിൽ നിന്ന് കെട്ടിക്കണം. ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഒന്നുകിൽ പലായനം ചെയ്യണം ഈ വെടിയെല്ലാം കൊണ്ട്, അതല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ വടക്കൻ ഇസ്രയേലിലുള്ള പൗരന്മാർക്ക്, ഈ 60,000 പേർക്ക്, ഈ 60,000 പേരുടെ സംഭവം ചിലപ്പോൾ ബുദ്ധിപരമായിട്ട് ഇസ്രയേൽ ഉന്നയിച്ചതല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ആഗോളതലത്തിൽ അതൊരു മനുഷ്യാവകാശ പ്രശ്നവും കൂടിയാണ്. അപ്പോൾ ആഗോളതലത്തിൽ വേറെ ഈ യുദ്ധത്തിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. 60,000 പേര് ഒഴിഞ്ഞു പോകേണ്ടി വന്നിരിക്കുന്നു, അവർ തിരിച്ചു പോകണം എന്ന് ഇസ്രയേലിന് ന്യായമായിട്ട് പറയാം. അത് പറഞ്ഞുകൊണ്ട് തന്നെ അവശിഷ്ട ഹിസ്ബുല്ലയെ കൂടി നാമാവശേഷമാക്കാനും കഴിയും. അങ്ങനൊരു 2 മുഖങ്ങളുള്ളൊരു പോരാണോ എന്നെനിക്കൊരു സംശയം ഉണ്ടായില്ല. കാരണം യുദ്ധത്തിൽ പറയുന്ന കാര്യം മാത്രം എടുത്താൽ പോരല്ലോ, ഇങ്ങനൊരു വസ്തുത നിൽക്കുന്നുണ്ട്, ആ വസ്തുതയും കൂടി പറയണമല്ലോ. എന്നാലേ ലോകത്തിൽ പല ഭാഗത്തും പ്രതിഷേധം ഉണ്ടായി എന്നൊക്കെ വരാം. ഇങ്ങനെ പോയി ചെയ്യരുത്, ചിലപ്പോൾ സിവിലിയൻസിന് നാശമുണ്ടായി എന്നൊക്കെ വരാം, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൈക്കിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഈ എല്ലാവരുടെയും വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒഴിഞ്ഞു പോകണം. നോട്ടീസുകൾ കൊടുത്തിട്ടുണ്ട്, ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ കരയുദ്ധത്തിനും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഇസ്രയേൽ അവിടെയുള്ള പല ആളുകളുടെയും വീടുകളിൽ വിളിച്ച് ഫോണിൽ നിങ്ങൾ ഒഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെബനൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇത് പേടിപ്പിക്കാനുള്ള പരിപാടിയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ മേഖല സ്വതന്ത്രമാകണം. അതാണ് ഈ തെക്കൻ ലെബനൻ, ആ ഭാഗം സ്വതന്ത്രമായിട്ട് അവിടെ നിന്ന് ഹിസ്ബുല്ലയെ ഒഴിപ്പിക്കണം. അതാണ് ഇതിൻ്റെ
ലക്ഷ്യം. ഇതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ. മറ്റേവർ ഇസ്രയേലുകൾ തിരിച്ചും വരണം, ഇതാണ് സംഭവം. അപ്പോൾ ഹിസ്ബുല്ലയുടെ വ്യോമാക്രമണം കാരണമാണ് ഈ 60,000 പേർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. ഹിസ്ബുല്ല പിന്നെയും ഈ ആക്രമണങ്ങൾ പല സമയത്തും തുടർന്നുകൊണ്ടിരുന്നു. ഇറാൻ പറഞ്ഞിട്ടാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്രയേൽ. അതുപോലെ തന്നെ ഇപ്പോൾ ലെബനനുമായിട്ടും യുദ്ധം തുടങ്ങി. അപ്പോൾ അതും അതിൻ്റെ ഒരു കൃത്യമായ പരിണതിയിൽ എത്തിച്ചിട്ടേ അവസാനിപ്പിക്കുള്ളൂ. ഇറാൻ്റെ സത്യത്തിൽ ലെബനനെതിരെയും ഹമാസിനും എതിരെയും മാത്രമല്ല ഇസ്രയേലിൻ്റെ പോരാട്ടം. ഇറാൻ പോരാടുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഇറാൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യശക്തി, പ്രതിരോധ സഖ്യശക്തിക്കെതിരെയുള്ള പോരാട്ടമാണ്. പിന്നെ ആ 100 ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലുണ്ട് ഇസ്രയേലിൻ്റെ. ഹമാസ് 6 ബന്ദികളെ കൊല്ലുകയും ചെയ്തു. 100 ബന്ദികൾ ഇപ്പോഴും ബാക്കിയുണ്ടോ? ബാക്കിയുണ്ട്. 106 പേരായിരുന്നു ഉണ്ടായിരുന്നത്. വെസ്റ്റ് ബാങ്കിലും ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിലും മാത്രമല്ല, വെസ്റ്റ് ബാങ്കും. ഹൂത്തികൾ എന്താന്ന് വെച്ചാൽ ചെങ്കടലിൽ കൂടി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉള്ള കരനാവിക സേനകളൊക്കെ ഈ ഹൂത്തിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലതരം ആക്രമണങ്ങൾ നടത്തി. സെപ്റ്റംബർ മധ്യത്തിൽ ഇവർ ഹൈപ്പർസോണിക് മിസൈൽ 2000 കിലോമീറ്റർ അകലെ നിന്ന് ടെല്ലവീവിലേക്ക് ഹൂത്തികൾ അയക്കുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡാന്തര മറ്റേ ബാലിസ്റ്റിക് മിസൈലാണ് അയച്ചിരിക്കുന്നത്, ഹൈപ്പർസോണിക് മിസൈൽ. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ, നിയന്ത്രണത്തിന് പല രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ ശ്രമിച്ചിട്ടും അതിനൊന്നും വഴങ്ങിയില്ല. അങ്ങനെയാണ് ഈ കരയുദ്ധം വേണ്ടി വരുന്നത്. ഇസ്രയേലിന് പ്രശ്നം ഈ ലെബനൻ അതിർത്തിയിലെ ഈ വടക്കൻ പോർമുഖം, അതാണ് പ്രധാനം. ഒക്ടോബർ 7 ശേഷം അതിർത്തിക്കപ്പുറം നിന്ന് ഹിസ്ബുല്ലയും ഇസ്രയേലും ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്നു. വ്യോമാക്രമണങ്ങൾ നടക്കുന്നു. ഈയിടെയാണ് പക്ഷേ ഇസ്രയേൽ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ വടക്കൻ ഇസ്രയേലികൾ മടങ്ങി വരണം, ആ മടക്കമുണ്ടല്ലോ ഒഴിഞ്ഞുപോയവർ, അതൊരു ഇഷ്യൂ ആക്കിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇസ്രയേൽ. ഈ കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് അതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇസ്രയേലിലുള്ള ആഭ്യന്തര സമ്മർദ്ദവും കൂടി കാരണമാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം. കാരണം അത്രയും പേര് ഇത്രയും കാലമായിട്ട് ഒക്ടോബർ 7 ശേഷം 1 കൊല്ലമായില്ലേ, 1 കൊല്ലമായി അവരവരുടെ സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ്ഡ് ആണ്. അവർ തിരിച്ചു വരണം. ഹമാസിനേക്കാൾ ശക്തിയുള്ള സംഘടനയാണ് ഹിസ്ബുല്ല എന്നാണ് ഇതുവരെ കരുതപ്പെട്ടിരുന്നത്. കുറേയൊക്കെ അത് ശരിയുമാണ്, സംഘടിതമാണ്, അതിന് പിൻഗാമികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിൻ്റെ കമാൻഡർമാരെയൊന്നും നാട്ടുകാരെ അറിയില്ല, ആരൊക്കെയാണെന്നൊന്നും അറിയില്ല. അത് ഇനി ഉണ്ടാവുന്ന പിൻഗാമിയെ നാട്ടുകാരെ അറിയണമെന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ വായിക്കുന്നത്. ഇതിപ്പോൾ നസറുള്ളയ്ക്ക് ശേഷം ഒരു പിൻഗാമി വരികയാണെങ്കിൽ അത് അവർ പരസ്യപ്പെടുത്തണമെന്നില്ല, ഉടനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഉദാഹരണം 2022 ജൂലൈയിൽ അൽ സവാഹിരി കാബൂളിൽ കൊല്ലപ്പെട്ട ശേഷം അൽ ഖെയ്ദ പുതിയ തലവൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അൽ സവാഹിരിയാണ് അവസാനത്തെ തലവൻ. ഹിസ്ബുള്ള തൽക്കാലം അതുകൊണ്ട് അടങ്ങി എന്ന് വരും. പക്ഷേ കൂടുതൽ ഭീഷണി പിന്നെ പലയിടത്തു നിന്നും ചെറിയ ചെറിയ ആക്രമണങ്ങളെ പതിയിരുന്നുള്ളത് ഗർല ആക്രമണം പോലെ വരാം. ഗാസയ്ക്കും വെസ്റ്റ് ബാങ്കിനും പുറമെ ലെബനനിലും ഇപ്പോൾ ഇസ്രായേലിലെ പ്രശ്നം ഗാസ, വെസ്റ്റ് ബാങ്ക്, അതിന് പുറമെ ലെബനനിലും സൈന്യത്തിന് കുറക്കാലം വച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് അവർക്കൊരു വിഷയമാണ്. ഒസാമയെ 2011 മെയ്യിൽ കൊന്ന ശേഷം 10 കൊല്ലം കഴിഞ്ഞാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയത്. 10 കൊല്ലം നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ ഈ കരയുദ്ധം തുടങ്ങിയ ചിലപ്പോൾ ഇസ്രായേലിനെ ലെബനനിൽ തളച്ചിട്ടു എന്ന് വരും. അല്ലെങ്കിൽ ലെബനനിൽ അവർ ഒരു സേനയെ നിലനിർത്തേണ്ടി വരും, അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിർത്തിയ പോലെ. സെപ്റ്റംബർ 8-ാം തീയതി ഇത് പല സ്ഥലത്തും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഇസ്രയേൽ, ഈ ഹമാസ്, ഹിസ്ബുല്ല യുദ്ധം. സെപ്റ്റംബർ 8-ാം തീയതി ഫ്രാൻസിൽ ഒരു അൾജീരിയൻ പൗരനെ അറസ്റ്റ് ചെയ്തിരുന്നു. അൾജീരിയൻ മുസ്ലിം. അയാൾ 7 പേരെ ജൂതന്മാരെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതോടുകൂടിയാണ് അറസ്റ്റിലായത്.
പാരീസ്, മ്യൂണിക്ക്, ബെർലിൻ ഈ നഗരങ്ങളിൽ ആളുകളെ കൊല്ലണം. മ്യൂണിക്കും ബെർലിനും ജർമ്മനിയിലാണ്. അവിടെ പോയിട്ടും കൊല്ലാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. ഇറാൻ ഇപ്പോൾ ഒരു ശാന്തത കാണിക്കുന്നുണ്ട്. അത് പക്ഷേ സ്ട്രാറ്റജിക് ആണ് എന്ന റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അവരും ചിലപ്പോൾ ഇടയ്ക്ക് ഇടപെട്ടു എന്ന് വരും. പിന്നെ ഇസ്രായേലിനുള്ളത് ഈ അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികളുണ്ടല്ലോ, മൂഡീസ് ഒരു നമ്പർ 1 ഏജൻസിയാണ്. രാജ്യങ്ങൾക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുക്കുമല്ലോ, നമ്മൾ വായ്പ കൊടുക്കാവുന്നതാണോ IMF എന്നൊക്കെ കണക്കാക്കുന്നവർ. അവർ ഇസ്രായേലിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ കുറച്ചിട്ടുണ്ട് 2ാമത്തെ തവണ ഈ ഹമാസ് ആക്രമണത്തിന് ശേഷം. A2 നിന്ന് Baa1 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യം യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി ആക്ടിവിറ്റീസ് നടക്കില്ലല്ലോ, വാണിജ്യം, കച്ചവടം തുടങ്ങിയ യുദ്ധകാലത്ത് എല്ലാ റേറ്റിംഗ് കുറയുമല്ലോ. അതെ, അങ്ങനെയാണ് അവിടെ അത് ചെയ്തിരിക്കുന്നത്. അപ്പം തെക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളിയെ ഒഴിവാക്കുക എന്നുള്ളത് ലിറ്റനി പുഴയുടെ അപ്പുറത്തേക്ക് കടത്തി വിടുക എന്നുള്ളതാണ്. അത് UN പ്രമേയം അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം എന്നാണ് കാണുന്നത്. ഒരു സ്പെഷ്യൽ ഫോഴ്സിനെയാണ് ഇസ്രായേൽ അയച്ചിരിക്കുന്നത്, പട്ടാളത്തിൽ തന്നെ അവരെ ഒഴിപ്പിക്കാൻ അവിടുന്ന്. ഇപ്പോൾ അയച്ചിരിക്കുന്നത് കരയുദ്ധത്തിന് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഹിസ്ബുള്ളയുടെ പോരാളികളുടെ എണ്ണം 20,000-ൽ നിന്ന് 30,000-ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർക്ക് റാദ്വാൻ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഫോഴ്സ് ഹിസ്ബുള്ളയ്ക്കും ഉണ്ട്. അപ്പോൾ അതൊരു 30,000 പേര് വരുന്ന ഫോഴ്സാണ്. അവർക്ക് ഈ തെക്ക് ഭാഗം ഉണ്ടല്ലോ ലെബനൻ്റെ, അത് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ റാദ്വാൻ പട്ടാളം ഫോഴ്സ് അതായിരിക്കും ഈ കരയുദ്ധത്തിൽ. അവർക്ക് കൂടുതൽ ഈ പരിസരബോധമുണ്ട്, പരിസരം നന്നായിട്ട് അറിയാം. അപ്പോൾ റാദ്വാൻ ഫോഴ്സ് ആയിരിക്കും ഇസ്രായേലിൻ്റെ സ്പെഷ്യൽ ഫോഴ്സിനെ നേരിടുക എന്നും കാണുന്നുണ്ട് റിപ്പോർട്ടുകളിൽ. ഇത് എനിക്ക് തോന്നുന്നു ഈ ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ കരയുദ്ധം ഒരു നേർക്കുനേരെ പറഞ്ഞ ആദ്യത്തെ ഒരു മധുരമായ അനിവാര്യമായൊരു പ്രതികാരമുണ്ട്. കാരണം ലെബനോണിൻ്റെ തെക്കൻ അതിർത്തി പ്രദേശത്തെ തീവ്രവാദികളെ കൊണ്ട് മറ്റൊരു കാരണവുമില്ലാതെ ഇസ്രായേൽ എന്ന രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കാൻ അർഹതയുണ്ടായിരുന്ന പൗരന്മാർക്ക് അവിടുന്ന് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഇവർ കൊടുക്കുന്ന ശിക്ഷ, പണിഷ്മെൻറ്റ് സമാന്തരമാണ്. ഇനി ഞങ്ങളെ പൗരന്മാർ ഇവിടുന്ന് കുടിയൊഴിച്ച് പോയവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ തന്നെ പാർപ്പിക്കും. അവർക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നിങ്ങളുണ്ടല്ലോ, ഞങ്ങൾ അവിടുന്ന് ഓടിക്കും. ഞങ്ങളുടെ സമാധാനമാണ് ഞങ്ങൾക്ക് പ്രധാനം. വളരെ മനോഹരമായൊരു ടാക്ടിക്സ് അതിൽ ഞാനതിൽ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇസ്രയേലിൻ്റെ വടക്കൻ അതിർത്തി പ്രദേശത്തെ ആളുകളെ കൊണ്ടുവരുന്നതോടൊപ്പം ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ചെയ്തതുപോലെ ഈ തെക്കൻ ലെബനനിൽ ഇസ്രയേലീസിനെ സെറ്റിൽ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തെക്കൻ ലെബനൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വീണ്ടും വിപുലമാക്കും. അതെ, രാജ്യവിപുലീകരണ പ്രക്രിയയാണ് ഈ നടക്കുന്നതെന്നാണ് ആ നിരീക്ഷണത്തിന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു പുതുമയുണ്ട്, പ്രസക്തിയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ 2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സമ്പൂർണ്ണ ഇസ്രായേൽ, പലസ്തീൻ ഉപഭൂഖണ്ഡം മുഴുവനായിട്ട് ഇസ്രായേലായി മാറും. അവിടെ ഈ ആളുകളെ കൊണ്ടുവരികയും പാർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹമാസിനെ തുരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇപ്പോൾ ഇസ്രായേൽ മുഴുവൻ, ഇപ്പോൾ ഈ ഫ്രം റിവർ ടു സീ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ, ഇപ്പോൾ ജോർഡാൻ റിവർ എന്ന് പറയുന്നൊരു അതിർത്തിക്ക് പകരം കടൽ മാത്രം അതിരായിട്ടുള്ളൊരു പുതിയ രാജ്യം അവിടെ വരുന്നു. പിന്നെ അതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് ആലോചിക്കുന്നു. തീർച്ചയായിട്ടും ലെബനോൺ 2 കാര്യമുണ്ട്. അവിടുന്ന് ഈ തീവ്രവാദികൾ പോയും കിട്ടും, ആ പ്രദേശം കൂടി പിടിച്ചടക്കുകയും ചെയ്യും. അതിനുള്ള അല്ലെങ്കിൽ ഇത്രയേറെ സൈനികർ അങ്ങോട്ട് നീങ്ങേണ്ട കാര്യമില്ലല്ലോ. അവിടെ പോകാതെ തന്നെ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനും നശിപ്പിക്കാനും തീർക്കാനും ഒക്കെ ഉള്ള പണി ഇസ്രായേലിന് അറിയാമല്ലോ. അപ്പോൾ അതിലൊരു അജണ്ടയുണ്ട്. സാറ് പറഞ്ഞാവാനാണ് സാധ്യത ഈ ഇസ്രായേൽ വിപുലീകരണ തന്ത്രം. വേറൊരു കാര്യം, ഇതിൻ്റെ കൂടെ ഹൂത്തികളുടെ കൂടി തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ യമനിലും അവർക്ക് ചില സാധ്യതകളുണ്ട്. ഹൂത്തികൾ മുഖേന ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന ഒട്ടേറെ പ്രദേശങ്ങൾ യമനിലുണ്ട്. അപ്പോൾ യമൻ എന്ന അറബ് രാജ്യത്ത് ഹൂത്തികളെ നശിപ്പിക്കുന്നതോടുകൂടി, അത് ശരിയാണ്, ഹൂത്തികൾ ആദ്യം സന പിടിച്ചു ഈ തലസ്ഥാനം. അത് കഴിഞ്ഞ് മൊത്തം പ്രസിഡന്റ് അറേബ്യയിലേക്ക് ഒളിച്ചോടി. അല്ല, ആ സ്ഥലങ്ങൾ ഇസ്രയേൽ എന്ത് ചെയ്യുന്ന മാഷ് പറയുന്നത്? എനിക്ക് തോന്നുന്നു ഈ ഹൂത്തികളെ നശിപ്പിക്കുന്നതോടുകൂടി ഏത് തരത്തിലായാലും, പുറത്തു നിന്നായാലും യുദ്ധം നേർക്ക് നേരെ സൈനിക നീക്കം നടത്തിയിട്ടായാലും യമൻ ഇപ്പോൾ ഒരു നാഥനില്ല പ്രദേശമാണ്.
ഭരണമില്ലാ രാജ്യമാണ്. അതും കൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുകൂടി ഏറ്റെടുക്കാനുള്ള ഒരു അജണ്ട കൂടി ഒരു പക്ഷേ ഇസ്രായേലിന് ഉണ്ട് എന്ന് വേണം കരുതാൻ. നമ്മളിപ്പോൾ പറഞ്ഞു വന്നപ്പോ ഈ ലെബനൻ വിഭജിക്കും എന്നല്ലേ ഇതിന്റെ അർത്ഥം? ലെബനൻ ഇപ്പോൾ തന്നെ 3 സർ. 3 അറബ് രാജ്യങ്ങൾ ചേർന്ന് കൊത്തിയെടുത്ത് കൈവശം വെച്ചിരിക്കുക. സൗദി അറേബ്യയുടെ കയ്യിലാണ്. രാജാവിനെ രക്ഷപ്പെടുത്തി എന്നുള്ള പേരിൽ ഈ സുന്നി തീവ്രവാദികളെ ഉപയോഗിച്ച് സൗദി അറേബ്യയുടെ കയ്യിലാണ് ഏതാണ്ട് 3-1. ഏതാണ്ട് അത്ര തന്നെ പ്രദേശം ഹൂത്തികളെ ഉപയോഗിച്ചിട്ട് ഇറാനും പിടിച്ചിട്ടുണ്ട്. ബാക്കി പ്രദേശം UAE-യുടെ കയ്യിലുണ്ട്. ഒരു പക്ഷേ തിരിച്ചടിക്കാൻ അപ്പുറത്ത് സൗദി അറേബ്യ ഇപ്പോൾ ഇസ്രായേലിന് നേരെ തിരിച്ചടിക്കില്ല, UAE ഒട്ടും അടിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഹൂത്തികളുടെ കൈവശമുള്ള പ്രദേശമെങ്കിലും ഇസ്രായേലിന് കൈവരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ആത്യന്തികമായ ഒറ്റ കാര്യം കൂടി പറയുമ്പോഴാണ് അത് പൂർത്തിയാവുക സർ. ഇതൊന്നുമല്ല ഒരു പക്ഷേ സാറി പറയുന്ന ഇസ്രായേൽ വിപുലീകരണ ദൗത്യമുണ്ടാവാം. ആ മേഖലയിലെ ഏറ്റവും വലിയ രാജ്യം കൂടിയായി, ഏറ്റവും ശക്തമായ രാജ്യം കൂടി മാത്രമല്ല വലിയ രാജ്യം കൂടിയായി ഇസ്രായേൽ മാറാം. ഇതിനേക്കാളൊക്കെ ഏറെ പ്രബലമായൊരു കാര്യം ഒരു പക്ഷേ അറബ് ലോകത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി അറബ് ലോകത്തിൻ്റെ ഒരു തീരാ തലവേദനയായി ഇന്നും നിലനിൽക്കുന്ന ഇറാനെ വകവരുത്തുക എന്നത് കൂടിയായിരിക്കും ഇറാനിലേക്ക് ഡയറക്റ്റ് ആക്രമണം നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇറാന്റെ ചിറകാണ് ഈ വെട്ടുന്നതൊക്കെ. അത് ഹമാസ് വെട്ടുകയാണ്. അത് ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്നത് മാത്രം സുന്നി തീവ്രവാദികളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഹിസ്ബുള്ളയെ വെട്ടുമ്പോൾ, ഹൂത്തിയെ വെട്ടുമ്പോൾ, ലെബനോനെ ആക്രമിക്കുമ്പോൾ, ലെബനോൺ ഇവരുടെ രക്ഷകരാണ്, സംഭവിക്കുന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇറാൻ എനിക്ക് തോന്നുന്നു ഇതൊന്നും നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞത് ഇക്കണ്ടതൊന്നും അല്ല കൂട്ടരെ യുദ്ധം. യഥാർത്ഥ യുദ്ധം വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഇറാന് നേരെ ഇസ്രായേൽ നയിക്കുന്ന ലോകം കണ്ട ഏറ്റവും ഭീകരമായ യുദ്ധമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇറാൻ ഇപ്പോൾ പതുങ്ങിയിരിക്കുന്നത്, 1 ഇറാൻ ദുർബലമാണ്, 2 ഇറാന് സഹായം തേടാൻ ലോകത്തിലൊരു രാജ്യവും ഇപ്പോൾ ഇല്ല. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.